ഇതൊരു യുദ്ധത്തിൻ്റെ കഥയാണ്. രാജ്യങ്ങളും സിംഹാസനങ്ങളും പിടിച്ചടക്കുന്നതിനോ സാമ്രാജ്യത്തിൻ്റെ അതിരുകൾ വിസ്തൃതമാക്കുന്നതിനോ വേണ്ടിയല്ല, പെണ്ണിനും മണ്ണിനും വേണ്ടിയല്ല. ഇരുതല മൂർച്ചയുള്ള വാളുകളോ ചോരത്തുള്ളികൾ ആർത്തിയോടെ വിഴുങ്ങുന്ന കുരുക്ഷേത്ര ഭൂമികളോ രക്തമൊഴുകുന്ന കബന്ധങ്ങളോ ഈ യുദ്ധകഥയിലില്ല. മറിച്ച് പ്രഗത്ഭരായ ശാസ്ത്രജ്ഞന്മാരുടെ ഇടയിൽ അഹങ്കാരവും അസൂയയും തീർത്ത വിസ്ഫോടനത്തെ തുടർന്ന് ശാസ്ത്രലോകം തന്നെ തരിച്ചു നിന്നുപോയ ഒരു ഇലക്ട്രിഫയിങ് യുദ്ധകഥ. ഇലക്ട്രിക് പവർ ട്രാൻസ്മിഷനെ ചൊല്ലിയുള്ള സംഭവബഹുലമായ മത്സര പോരാട്ടം. ദി കറണ്ട് വാർ. അമേരിക്കാസ് ഗ്രേറ്റസ്റ്റ് ഇൻവെൻറ്റർ എന്നറിയപ്പെട്ടിരുന്ന തോമസ് എഡിസൺ ഒരു ശാസ്ത്രജ്ഞനും അതിലുപരി ഒരു ബിസിനസ്മാനുമായിരുന്നു. വ്യാവസായികവൽക്കരണത്തിലൂടെ വികസനത്തിൻ്റെ സുവർണ പാതയിൽ ജൈത്രയാത്രയിലായിരുന്ന അമേരിക്കയുടെ ഗോൾഡൻ പീരീഡിന് പിന്നിൽ ചെറുതല്ലാത്ത ഒരു സംഭാവന എഡിസന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. പകൽ സൂര്യപ്രകാശത്തിൽ തൻ്റെ വളർച്ചയിൽ ഊറ്റം കൊണ്ടിരുന്ന അമേരിക്കൻ ജനത പക്ഷേ സൂര്യാസ്തമയത്തോടെ ഇരുട്ടിലാകും. മെഴുകുതിരി വെട്ടത്തെയും മണ്ണെണ്ണ വിളക്കിനെയും ആശ്രയിക്കുകയും ചെയ്യും. ഇങ്ങനെ വിഷമിക്കുന്ന സമയത്താണ് എഡിസൺ തൻ്റെ വൈദ്യുത ബൾബ് പരിചയപ്പെടുത്തുന്നത്. അത് എല്ലാവരിലേക്കും എത്തിക്കുവാൻ DC കറണ്ടിൻ്റെ സഹായമാണ് എഡിസൺ തേടുന്നത്. എന്നാൽ എഡിസന്റെ DC പവർ ജനറേറ്ററുകൾ അത്ര പ്രവർത്തനക്ഷമമായിരുന്നില്ല. അയാളുടെ കണക്കുകൂട്ടലുകളെ തെറ്റിച്ചുകൊണ്ട് അതിടയ്ക്കിടെ പണിമുടക്കി തുടങ്ങി. ഏതാണ്ട് ഈ സമയത്ത് തന്നെയാണ് ഏതാനും കുറച്ച് നാണയത്തുട്ടുകളും പിന്നെ കുറച്ച് വസ്ത്രങ്ങളുമായി നിക്കോള ടെസ്ല എന്ന യുവാവ് അമേരിക്കൻ തീരത്ത് കപ്പലിൽ വന്നിറങ്ങുന്നത്. ആ 28 വയസ്സുകാരൻ എഡിസന്റെ കീഴിൽ ഒരു യുവ ശാസ്ത്രജ്ഞനായി ജോലിയിൽ പ്രവേശിക്കുന്നു. ടെസ്ല എന്ന യുവാവിൽ അസാധാരണമായ എന്തോ പ്രത്യേകതയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാവണം ഈ DC പ്രതിസന്ധി പരിഹരിക്കുവാനുള്ള അവസരം എഡിസൺ ടെസ്ലയെ ഏൽപ്പിക്കുന്നു. ഒപ്പം ഇതിൽ വിജയിച്ചാൽ കുറച്ചധികം ഡോളറുകൾ സമ്മാനമായി നൽകാമെന്ന് വാഗ്ദാനവും ചെയ്യുന്നു. ഒരുപക്ഷെ അസാധ്യമെന്ന് വിധിയെഴുതിയ ഒന്നിനെ പരിഹരിക്കാൻ ചെന്ന് തോറ്റു തുന്നം പാടി ഇളിഭ്യനായി വരുന്ന ഒരു യുവാവിനെ കണ്ട് സംതൃപ്തി അടയുവാനുള്ള ഒരു മോഹമായിരുന്നോ ഇത് എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ ടെസ്ല ഇതിനെ ഒരു വെല്ലുവിളിയായി ഏറ്റെടുത്തു. അയാൾ മാസങ്ങളോളം എഡിസന്റെ ജനറേറ്ററുകളുടെ പിന്നാലെ ഓടി, അതിനെക്കുറിച്ച് പഠിച്ചു, പോരായ്മകൾ പരിഹരിച്ചു. വിജയശ്രീലാളിതനായി എഡിസന്റെ മുൻപിലെത്തി തനിക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സമ്മാനം ആവശ്യപ്പെട്ടു. എന്നാൽ താനൊരു തമാശ പറഞ്ഞതല്ലേ എന്നും പറഞ്ഞ് തോളിൽ തട്ടി സ്ഥലം വിട്ട എഡിസനോട് വല്ലാത്തൊരു വിഷമം ടെസ്ലയ്ക്കുണ്ടായി. അതുവരെ വളരെ ബഹുമാനത്തോടെ നോക്കിക്കണ്ട എഡിസൺ എന്ന ബോസിന്റെ വിഗ്രഹം ഉടഞ്ഞ് പല കഷ്ണങ്ങളായി ചിന്നിച്ചിതറിപ്പോയി. അയാൾ ആ ജോലി ഉപേക്ഷിച്ചിറങ്ങി. എഡിസൺ ഉപയോഗിക്കുന്ന DC കറണ്ടിനെയും ജനറേറ്ററുകളെയും സൂക്ഷ്മമായി നിരീക്ഷിച്ചിരുന്ന ടെസ്ലയ്ക്ക് അതിൻ്റെ പരിമിതികളെക്കുറിച്ചും ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിനു പകരമായി AC ഉപയോഗപ്പെടുത്തുന്നത് നല്ലതാണ് എന്ന ചിന്ത ടെസ്ലയ്ക്ക് ഉണ്ടായിരുന്നു. പവർ ട്രാൻസ്മിഷനിൽ എഡിസൺ നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധി ദൂരമായിരുന്നുവെങ്കിൽ AC ഉപയോഗപ്പെടുത്തിയ ടെസ്ല 100 കണക്കിന് മൈലുകൾ അനായാസം ട്രാൻസ്മിഷൻ നടത്താം എന്ന് കണ്ടെത്തി. എന്നാൽ ഇത് വല്ലതും നടക്കുന്ന കാര്യമാണോ എന്ന് ചോദിച്ച് പുരുകം ചൊളിച്ച ശാസ്ത്രലോകത്തിനു മുൻപിൽ തൻ്റെ പരീക്ഷണങ്ങളുമായി മുന്നോട്ടു പോകുവാൻ സാമ്പത്തികമായി വിഷമിക്കുന്ന ടെസ്ലയെ സഹായിക്കാൻ ഒരാൾ വന്നു. ജോർജ് വെസ്റ്റിംഗ്ഹൗസ്. ട്രെയിനുകളിൽ ഉപയോഗിക്കുന്ന എയർ ബ്രേക്കുകളുടെ കണ്ടുപിടുത്തത്തോടെ ധനികനായി മാറിയ ഒരാളായിരുന്നു വെസ്റ്റിംഗ്ഹൗസ്. ടെസ്ലയുടെ AC ആശയത്തിൽ വെസ്റ്റിംഗ്ഹൗസ് ആകൃഷ്ടനായി. ടെസ്ലയുടെ പേറ്റന്റുകൾ വലിയ വില കൊടുത്ത് വാങ്ങുവാൻ അയാൾ തയ്യാറായി. കൂടാതെ റോയൽറ്റിയും വെസ്റ്റിംഗ്ഹൗസ് കോർപ്പറേഷനിൽ ഷെയറുകളും ടെസ്ലയ്ക്ക് ലഭിച്ചു. ഇതോടെ എഡിസന്റെ DCയും ടെസ്ലയുടെ ACയും വലിയ ചർച്ചാ വിഷയമായി. ശാസ്ത്രലോകത്ത് വലിയ പോർവിളികൾ മുഴങ്ങി. 1893 ഷിക്കാഗോ വേൾഡ് ഫെയർ നടക്കുന്ന വർഷം. ദി ന്യൂ വേൾഡ് എന്നറിയപ്പെട്ടിരുന്ന അമേരിക്കയിൽ ക്രിസ്റ്റഫർ കൊളംബസ് കാലുകുത്തിയതിൻ്റെ 400-ാം വാർഷികം പ്രൗഢഗംഭീരമായി ആഘോഷിക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ജനങ്ങൾ. വേൾഡ് ഫെയറിൻ്റെ ഇല്ലൂമിനേഷൻ കോൺട്രാക്ട് ലഭിക്കുന്നത് വെസ്റ്റിംഗ്ഹൗസ് കോർപ്പറേഷനാണ്. ഇത് എഡിസന് ഒരു വൻ തിരിച്ചടിയായിരുന്നു. ടെസ്ലയുടെ AC ആശയം ഉപയോഗിച്ചാണ് വെസ്റ്റിംഗ്ഹൗസ് തൻ്റെ കോൺട്രാക്ട് തട്ടിയെടുത്തതെന്ന് മനസ്സിലാക്കിയ എഡിസന് പിന്നീട് പൂർണ്ണ അസ്വസ്ഥതയുടെ ദിനരാത്രങ്ങളായിരുന്നു മുൻപിലുണ്ടായിരുന്നത്. 1893 മെയ് 1 പ്രസിഡന്റ് ഗ്രോവർ ക്ലീവ്ലൻഡ് കേവലം ഒരു ബട്ടൺ അമർത്തി ആയിരക്കണക്കിന് ദീപങ്ങൾ തെളിയിച്ചപ്പോൾ മെഴുകുതിരി വെളിച്ചത്തെ ആശ്രയിച്ചിരുന്ന അമേരിക്കയിലെ ഭൂരിഭാഗം ജനങ്ങൾക്കും പ്രത്യാശയോടെ സൂര്യൻ ഉദിച്ച അനുഭൂതിയായിരുന്നു.
എന്നാൽ എഡിസന്റെ പ്രകാശം അപ്പോഴേക്കും മങ്ങിത്തുടങ്ങിയിരുന്നു. പ്രതികാരദാഹത്താൽ തിളച്ചുമറിയുന്ന മനസ്സോടുകൂടിയായിരുന്നു എഡിസൺ ചിക്കാഗോയിൽ നിന്നും മടങ്ങിയെത്തിയത്. തൻ്റെ പരാജയം ഏറെക്കുറെ അടുത്തിരുന്നുവെന്ന് അയാൾ തിരിച്ചറിഞ്ഞിരുന്നു. എന്നിരുന്നാലും അത് ഉൾക്കൊള്ളുവാൻ അയാൾ ഒട്ടും തയ്യാറായിരുന്നില്ല. AC കറണ്ട് വളരെ അപകടം പിടിച്ച ഒന്നാണെന്നും അത് ജീവനാപത്താണെന്നും കുറിക്കുന്ന നിരവധി പ്രസിദ്ധീകരണങ്ങൾ അദ്ദേഹം അച്ചടിച്ചിറക്കി. ഇതിൻ്റെ തീവ്രത ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനായി അദ്ദേഹം നായ്ക്കളെയും കുതിരകളെയും എന്തിന് ആനയെപ്പോലും ഇലക്ട്രിക് ഷോക്ക് ഉപയോഗിച്ച് കൊന്നുകളയുന്നുണ്ട്. പരിധി വിടുന്ന പ്രതികാരം ഒടുവിൽ മനുഷ്യഹത്യയിലേക്ക് വരെ നയിക്കുന്നു. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കുറ്റവാളികളെ മരണവിധേയമാക്കുവാൻ AC ഉപയോഗിച്ച് ഇലക്ട്രിക് കസേരകൾ വരെ നിർമ്മിക്കുന്നുണ്ട് എഡിസൺ. ടെസ്ലയുടെ ACയെ തകർക്കാൻ എഡിസൺ സ്വീകരിച്ച ഇത്തരം ക്രൂരമായ മാർഗങ്ങളുടെ അനന്തരഫലം എന്നോണം വെസ്റ്റിംഗ് ഹൗസ് കമ്പനി തകരുന്നു. എന്നാൽ തൻ്റെ നിസ്സഹായ അവസ്ഥയിൽ തന്നെ സഹായിച്ച വെസ്റ്റിംഗ് ഹൗസിനോടുള്ള നന്ദി സൂചകമായി തനിക്ക് കമ്പനിയിൽ നിന്നും ലഭിക്കേണ്ട ഭീമമായ തുക അദ്ദേഹം വേണ്ടെന്ന് വെക്കുന്നു. എങ്കിലും തനിക്ക് ആകുന്ന രീതിയിലൊരു തുക വെസ്റ്റിംഗ് ഹൗസ് ടെസ്ലയെ ഏൽപ്പിക്കുന്നു. ആ തുക ഉപയോഗിച്ച് ടെസ്ല പരീക്ഷണങ്ങൾ തുടരുന്നു. റേഡിയോ വേവുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച് റിമോട്ട് കൺട്രോൾ ബോട്ടിൻ്റെ പ്രവർത്തനം കണ്ട് അത്ഭുതപ്പെട്ടു നിന്ന ജനങ്ങൾ നിക്കോളസ് ടെസ്ലയ്ക്ക് ഒരു മാന്ത്രികൻ്റെ പരിവേഷം നൽകുന്നു. റേഡിയോ തരംഗങ്ങളിലൂടെയും മറ്റും വിപ്ലവകരമായ അനേകം കണ്ടുപിടുത്തങ്ങൾക്ക് ലോകം സാക്ഷ്യം വഹിക്കേണ്ടിയിരുന്ന ടെസ്ലയുടെ ആ ലാബിന് വളരെ ദുരൂഹമായ സാഹചര്യത്തിൽ തീപിടിക്കുന്നു. ഇതിനുശേഷമാണ് മാർക്കോണി തൻ്റെ നീണ്ടുനിന്ന പരീക്ഷണങ്ങൾക്കൊടുവിൽ റേഡിയോ കണ്ടെത്തുന്നത്. ഇതിൽ കൗതുകകരമായ വസ്തുത എന്തെന്നാൽ മാർക്കോണിയുടെ ഇൻവെസ്റ്റർ ആ സമയത്ത് മറ്റാരുമല്ല, എഡിസൺ തന്നെയായിരുന്നു. ഇന്ന് നമ്മൾക്ക് ഉപകാരപ്പെടുന്ന പല കാര്യങ്ങളിലും എഡിസണും ടെസ്ലയും ഉൾപ്പെടുന്ന പ്രഗത്ഭരായ ശാസ്ത്രജ്ഞർ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നതിൽ തർക്കമില്ല. നിക്കോളസ് ടെസ്ല ഒരു അസാമാന്യ മനുഷ്യനായിരുന്നു. അയാൾ പരീക്ഷണശാലയിൽ ഒറ്റയ്ക്ക് പൊരുതി. ഒടുവിൽ 86-ാം വയസ്സിൽ ന്യൂയോർക്കിലെ ഹോട്ടൽ മുറിയിൽ മരണത്തിന് കീഴടങ്ങുമ്പോഴും അയാൾ ഒറ്റയ്ക്കായിരുന്നു.